നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൈനയുടെ ടിക്ടോക്കിനെ US ഏറ്റെടുക്കുന്നു. US ഉടമസ്ഥതയിൽ കൈമാറുന്നതിനുള്ള ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ വ്യാഴാഴ്ച ഒപ്പുവെച്ച് ഡൊണാൾഡ് ട്രംപ്. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് കാർഡ് മാതൃകയിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ ID കാർഡുകൾ സൂക്ഷിക്കാൻ പദ്ധതിയിട്ട് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ. UK ഐഡന്റിറ്റിയുടെയും റെസിഡൻസി സ്റ്റാറ്റസിന്റെയും ആധികാരിക തെളിവാക്കാൻ ഒരുങ്ങുന്നു ഡിജിറ്റൽ ID. ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% തീരുവയും എല്ലാ ഹെവി ഡ്യൂട്ടി ട്രക്കുകളുടെയും ഇറക്കുമതിക്ക് 25% താരിഫും കിച്ചൺ ക്യാബിനറ്റുകൾക്ക് 50% താരിഫും ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് ഡൊണാൾഡ് ട്രംപ്. വിലവർദ്ധനവ് നടപ്പായാൽ അമേരിക്കക്കാർ മരുന്ന് ലഭിക്കാതെ മരിക്കുമെന്നും വിദഗ്ധ ഗ്രൂപ്പുകളുടെ മുന്നറിയിപ്പ്. നടൻ നോയൽ ക്ലാർക്കിനെ ലണ്ടനിലെ കുടുംബ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഡിറ്റക്റ്റീവുകൾ കെൻസ്റ്റങ്ങിലെ വീട്ടിൽ നിന്നും താരത്തിന്റെ ലാപ്ടോപ്പും രേഖകളും പിടിച്ചെടുത്തു. കേസിന്റെ വിവരങ്ങൾ പുറത്തുവിടാതെ മെട്രോപൊളിറ്റൻ പോലീസ്. മതിയായ ചികിത്സ നടത്തിയാലും ഭേദപ്പെടുത്താൻ കഴിയില്ല എന്നു കരുതിയിരുന്ന ഹണ്ടിങ്ടൺസ് രോഗത്തിന് പ്രതിവിധി കണ്ടെത്തിയതായി ശാസ്ത്രലോകം. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദഗ്ധരാണ് മസ്തിഷ്ക ശസ്ത്രക്രിയയിലൂടെ നൽകുന്ന ഒരു പുതിയ ജീൻ തെറാപ്പി വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചൈനയുടെ ടിക്ടോക്കിനെ US ഏറ്റെടുക്കുന്നു. US ഉടമസ്ഥതയിൽ കൈമാറുന്നതിനുള്ള കരാറിന്റെ നിബന്ധനകൾ വിശദീകരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച ഒപ്പുവെച്ചു. ഈ നടപടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ അതിന്റെ ചൈനീസ് ഉടമയായ ബൈറ്റ് ഡാൻസിൽ നിന്നും വേർപെടുത്തുന്നു. ടിക്ടോക്കിനെ US തുടർന്നും പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിനായി താനും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഒരു കരാറിൽ എത്തിയതായി ട്രംപ് പറഞ്ഞു. ആപ്പ് പൂർണ്ണമായും അമേരിക്ക നിയന്ത്രിക്കുമെന്നും ട്രംപ് ഒരു പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു. പദ്ധതി പ്രകാരം ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും US നിക്ഷേപകർ ഏറ്റെടുക്കുകയും ആപ്പിന്റെ ശക്തമായ അൽഗോരിതത്തിന്റെ ലൈസൻസുള്ള പകർപ്പിന്റെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. പിരിച്ചുവിട്ട കമ്പനിയുടെ US പതിപ്പിന്റെ ഏകദേശം 80% അമേരിക്കൻ കമ്പനികൾ സ്വന്തമാക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ബൈറ്റ് ഡാൻസും ചൈനീസ് നിക്ഷേപകരും 20%-ൽ താഴെ ഓഹരി സ്വന്തമാക്കും. സൈബർ സുരക്ഷ, ദേശീയ സുരക്ഷാ വിദഗ്ധർ എന്നിവരടങ്ങുന്ന 7 അംഗ ഡയറക്ടർ ബോർഡായിരിക്കും ടിക്ടോക്കിന്റെ പുതിയ പതിപ്പ് നിയന്ത്രിക്കുക. അതിൽ 6 പേർ അമേരിക്കക്കാരാണെന്നും വൈറ്റ് ഹൌസ് അറിയിച്ചു. പുതിയ US കമ്പനിയുടെ മൂല്യം $14 ബില്യൺ ആയിരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ സംസാരിച്ച JD വാൻസ് വ്യക്തമാക്കി. കോണ്ടാക്ട്ലെസ് പേയ്മെന്റ് കാർഡ് മാതൃകയിൽ ഉപകരണങ്ങളിൽ പൗരന്മാരുടെ ID കാർഡുകൾ സൂക്ഷിക്കാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പദ്ധതിയിടുന്നു. UK ഐഡന്റിറ്റിയുടെ റെസിഡൻസി സ്റ്റാറ്റസിന്റെയും ആധികാരിക തെളിവായിരിക്കും ഡിജിറ്റൽ ID. അതിൽ പേര്, ജനനതീയതി, ഫോട്ടോ, ദേശീയത, റെസിഡൻസി സ്റ്റാറ്റസ് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുമെന്നും BA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ഫോണുകളിൽ സൂക്ഷിക്കുന്ന പുതിയ ഡിജിറ്റൽ IDയുടെ പദ്ധതികൾ UKക്ക് ഒരു വലിയ അവസരമായിരിക്കുമെന്നും നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്നും കെയർ സ്റ്റാമർ പറയുന്നു. പദ്ധതികൾക്ക് കീഴിൽ ജോലി ചെയ്യാനുള്ള അവകാശം തെളിയിക്കുന്നതിനുള്ള ഒരു മാർഗമായി ഡിജിറ്റൽ ID നിർബന്ധിതമാക്കും. എന്നാൽ ആളുകളോട് അത് കൊണ്ടുപോകാനോ ഹാജരാക്കാനോ ആവശ്യപ്പെടുകയോ ചെയ്യില്ല. ഈ പാർലമെന്റ് അവസാനത്തോടെ ഇത് UK പൗരന്മാർക്കും നിയമപരമായ താമസക്കാർക്കും ലഭ്യമാക്കുമെന്നും PA വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കാത്തവർക്ക് ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുമെന്നതിലും തീരുമാനമുണ്ടാകും. ഡിജിറ്റൽ ID കാർഡ് കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കാത്തവർക്കോ ഡിജിറ്റൽ രീതിയിൽ പ്രവർത്തിക്കാത്തവർക്കോ പകരം ഫിസിക്കൽ കാർഡ് നൽകാമെന്നും ദി ടെലഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറക്കുമതി ചെയ്യുന്ന ബ്രാൻഡഡ് മരുന്നുകൾക്ക് 100% തീരുവയും എല്ലാ ഹെവി ഡ്യൂട്ടി ട്രക്കുകളുടെ ഇറക്കുമതി 25% താരിഫും കിച്ചൺ ക്യാബിനറ്റുകൾക്ക് 50% താരിഫും ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു. ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ തീരുവകളോട് ബാത്റൂം വാനിറ്റികൾക്ക് 50% താരിഫും അപ്ഹോൾഡേഴ്സ് ഫർണിച്ചറുകൾക്ക് 30% താരിഫും അടുത്ത ആഴ്ച ഈടാക്കാൻ തുടങ്ങുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ട്രംപ് ഫാർമസ്യൂട്ടിക്കൽസിന് താരിഫ് ചുമത്താൻ തീരുമാനിച്ചാൽ അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുമെന്ന് ഈ വർഷം ആദ്യം മരുന്ന് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയത് അവഗണിച്ചാണ് ഈ നീക്കം. ആരോഗ്യ സംരക്ഷണ ചെലവുകൾ, മെഡിക്കെയറിന്റെയും മെഡിക്കേഡ്സിന്റെയും ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ ചില മരുന്നുകളുടെ വില ഇരട്ടിയാക്കാനുള്ള സാധ്യത അമേരിക്കയെ വലച്ചേക്കും. സെൻസസ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 2024 US ഏകദേശം $233 ബില്യൺ ഫാർമസ്യൂട്ടിക്കൽ ഔഷധ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്തു. ഫാർമസ്യൂട്ടിക്കൽ ഔഷധ ഉൽപ്പന്നങ്ങൾക്ക് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ശിക്ഷാ താരിഫ് അമേരിക്കൻ ആരോഗ്യ മേഖലയെ തകർക്കുമെന്ന് മുന്നറിയിപ്പ്. വിലവർദ്ധനവ്, ഇൻഷുറൻസ് സംവിധാനങ്ങൾ, അവശ്യ മരുന്നുകളുടെ സ്റ്റോക്ക് ചെയ്യുന്നതിലുണ്ടാകുന്ന അപകട സാധ്യത എന്നിവയിലൂടെ താരിഫുകൾ അമേരിക്കക്കാരുടെ ആരോഗ്യത്തിന് ഹാനികരമാകുമെന്നും കനേഡിയൻ ചേംബർ ഓഫ് കൊമേഴ്സിലെ സ്ട്രാറ്റജിക് പോളിസി ആൻഡ് സപ്ലൈ വൈസ് പ്രസിഡന്റ് പാക്സൽ ചാൻ മുന്നറിയിപ്പ് നൽകി. 314 ആക്ഷൻ എന്ന US അഡ്വക്കേറ്റ്സ് ഗ്രൂപ്പ് നൽകിയ മുന്നറിയിപ്പ് വിലവർദ്ധനവ് നടപ്പാക്കിയാൽ അമേരിക്കക്കാർ മരുന്ന് ലഭിക്കാതെ മരിക്കുമെന്നാണ്.
ഡൊണാൾഡ് ട്രംപ് തന്റെ രാഷ്ട്രീയ എതിരാളികൾക്കെതിരായ പ്രതികാര നടപടികൾ തുടരുകയാണ്. മുൻ FBI ഡയറക്ടറും ഡൊണാൾഡ് ട്രംപിന്റെ ശത്രുക്കളിൽ ഒരാളുമായ അമേസ് കോമിനെതിരെ വ്യാഴാഴ്ച കുറ്റം ചുമത്തി. കോൺഗ്രസിന് തെറ്റായ പ്രസ്താവന നൽകിയതിനും കോൺഗ്രസ് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തിയതിനും ചേർത്താണ് വിർജീനിയയിലെ അലക്സാൻഡ്രിയയിലെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം. 2020 സെപ്റ്റംബറിൽ റഷ്യക്കെതിരെ അന്വേഷണത്തെക്കുറിച്ച് കോൺഗ്രസ് നിയമനിർമ്മാതാക്കളോട് കള്ളം പറയുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആരോപണത്തിലാണ് കോമിയുടെ കുറ്റപത്രം എന്നാണ് സൂചന. ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇത്തവണത്തെ യാത്ര നിരവധി യൂറോപ്യൻ രാജ്യങ്ങളുടെ വ്യോമ അതിർത്തി ഒഴിവാക്കിയായിരുന്നു. യുദ്ധകുറ്റകൃത്യങ്ങൾക്ക് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി യൂറോപ്യൻ ഭൂഖണ്ഡത്തിന് മുകളിലൂടെയുള്ള നേരിട്ടുള്ള പാതയ്ക്ക് പകരം യാത്ര നടത്തിയത് മെഡിറ്ററേനിയൻ കടലിലൂടെയാണ്. യുഎസിന്റെ എയർഫോഴ്സ് വണ്ണിന് തുല്യമായ ഇസ്രായേലിന്റെ വിംഗ് ഓഫ് സിയോൺ ഗ്രീസിനും ഇറ്റലിക്കും മുകളിലൂടെ കടന്നു എന്നാണ് റിപ്പോർട്ട്. നടൻ നോയൽ ക്ലാർക്കിനെ ലണ്ടനിലെ കുടുംബ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച ഡിറ്റക്റ്റീവുകൾ കെൻസ്ടങ്ങിലെ വീട്ടിൽ നിന്നും താരത്തിന്റെ ലാപ്ടോപ്പും രേഖകളും പിടിച്ചെടുത്തു. ക്ലാർക്കിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു. അറസ്റ്റിനുള്ള കാരണങ്ങൾ മെട്രോപൊളിറ്റൻ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. ഓഗസ്റ്റിൽ 20-ലധികം സ്ത്രീകൾ ലൈംഗിക ദുരുപയോഗം ആരോപിച്ച് നൽകിയ പരാതിയിലാണ് അറസ്റ്റ് എന്നാണ് സൂചനയുണ്ട്. മെറ്റ് അന്വേഷണം സെൻട്രൽ സ്പെഷ്യാലിറ്റി ക്രൈം കമാൻഡിന്റെ നേതൃത്വത്തിലാണെന്നും ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇംഗ്ലണ്ടിലും വെയിൽസിലും ശമ്പളമില്ലാതെ കമ്മ്യൂണിറ്റി ജോലി പൂർത്തിയാക്കാൻ ഉത്തരവിട്ട കുറ്റവാളികളുടെ ഫോട്ടോ എടുക്കുവാനും പേര് പരസ്യമാക്കുവാനും സർക്കാർ നടപടി വരുന്നു. ഇപ്പോൾ പാർലമെന്റിൽ പാസാക്കുന്ന ശിക്ഷാ ബിൽ പുൽത്തകിടികൾ വൃത്തിയാക്കുവാനും ചപ്പുചവറുകൾ ശേഖരിക്കുവാനും ചുവരെഴുത്ത് മായ്ക്കുവാനും കോടതികൾ ഉത്തരവിട്ട വ്യക്തികളുടെ പേരുകളും ചിത്രങ്ങളും എടുത്ത് പ്രസിദ്ധീകരിക്കാൻ പ്രൊബേഷൻ ഓഫീസർമാർക്ക് ആദ്യമായി നിയമപരമായ അധികാരം നൽകും. സമൂഹ ശിക്ഷകളിൽ ആത്മവിശ്വാസം വളർത്തുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ ഈ നീക്കം കുറ്റവാളികളുടെയും പങ്കാളികളെയും കുട്ടികളെയും അപമാനിക്കുവാനും ലജ്ജിപ്പിക്കുവാനും ഉപയോഗിക്കാമെന്ന ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. മതിയായ ചികിത്സ നടത്തിയാലും ഭേദപ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഹണ്ടിങ്ടൺസ് രോഗത്തിന് പ്രതിവിധി കണ്ടെത്തിയതായി ശാസ്ത്രലോകം. ഈ അപൂർവ രോഗം ചലനത്തെയും ചിന്തയെയും മാനസികാവസ്ഥയെയും ദോഷകരമായി ബാധിക്കുന്ന ഒന്നാണ്. കാലക്രമേണ വഷളാവുകയും ചികിത്സയില്ലാതെ മാറുകയും ചെയ്യുന്ന രോഗികൾക്ക് ഈ കണ്ടെത്തൽ വലിയ ആശ്വാസമായി മാറുകയാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദഗ്ധരാണ് ഇക്കാര്യത്തിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. മസ്തിഷ്ക ശസ്ത്രക്രിയയിലൂടെ നൽകുന്ന ഒരു പുതിയ ജീവൻ തെറാപ്പിയായ AMT 130 എന്ന പഠനമാണ് ഇപ്പോൾ വിജയകരമായി പരീക്ഷിച്ചിരിക്കുന്നത്. 29 രോഗികളിലാണ് ഈ ചികിത്സ പരീക്ഷിച്ച് ഇത്തരത്തിൽ ചികിത്സ നടത്തിയവർക്ക് 36 മാസത്തിന് ശേഷം രോഗാവസ്ഥയിൽ 75% കുറവ് അനുഭവപ്പെട്ടതായി കണ്ടെത്തി. നെതർലൻഡ്സിലും US-ലും ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീൻ തെറാപ്പി കമ്പനിയായ യൂണിക്യൂആർ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. രോഗചികിത്സയ്ക്കായി നൽകുന്ന ഒരു ഡോസ് മരുന്ന് രോഗിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബാലലൈംഗിക പീഡന കേസിലെ പ്രതിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇന്ത്യൻ വംശജനായ യുവാവ് കാലിഫോർണിയയിൽ അറസ്റ്റിൽ. കാലിഫോർണിയ ഫെർമോണ്ട സ്വദേശി വരുൺ സുരേഷ് ആണ് പിടിയിലായത്. ബാലികയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായിരുന്ന 71-കാരൻ ഡേവിഡ് ബ്രിമറിനെയാണ് ഇയാൾ കുത്തിക്കൊലപ്പെടുത്തിയത്. സംഭവ സ്ഥലത്തു നിന്നും സുരേഷിനെ അറസ്റ്റ് ചെയ്ത പോലീസ് കൊലപാതകത്തിന് ഉപയോഗിച്ച കത്തിയും ഇയാളിൽ നിന്നും കണ്ടെടുത്തു. ഡേവിഡിനെ ഒന്നിലധികം കുത്തേറ്റ മുറിവുകളോടെ കണ്ടെത്തിയ ഫ്രീമോണ്ട് പോലീസ് ഇയാൾക്കെതിരെ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോടതി രേഖകൾ പ്രകാരം ദീർഘനാളുകളായി ഒരു ലൈംഗികാതിക്രമിയെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നാണ് വരുണിന്റെ മൊഴി. കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ഇത്തരക്കാർ കൊല്ലപ്പെടേണ്ടതുണ്ട് എന്നും ഇയാൾ മൊഴി പോലീസിന് മുമ്പാകെ നൽകിയിട്ടുണ്ട്. കുറ്റവാളികളുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്ന കാലിഫോർണിയ മീഗൻസ് ലോ ഡാറ്റാബേസിൽ തിരഞ്ഞാണ് വരുൺ ഇരയെ കണ്ടെത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. 1995-ൽ ബാലികയെ പീഡിപ്പിച്ച കേസിൽ 9 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ് ഡേവിഡ് ബ്രിമർ. വരുണും ഇരയാക്കപ്പെട്ട ഡേവിഡും തമ്മിൽ മുൻ പരിചയം ഇല്ലായിരുന്നുവെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. ദുർഗാപൂജയോട് അനുബന്ധിച്ച് കാമാഖ്യ സാരീസ് UK സെപ്റ്റംബർ 27 ശനിയാഴ്ച നടത്തുന്ന കാമാഖ്യ സാരി ശാസ്ത്രമേളയ്ക്കായി സ്വീഡൻ പട്ടണം ഒരുങ്ങുന്നു. ഏവർക്കും സൗജന്യ പ്രവേശനം ഉറപ്പാക്കുന്ന മേളയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരെ മുൻനിർത്തി കാമാഖ്യ സാരീസ് ഏർപ്പെടുത്തിയ അവാർഡുകളും സാരി മ്യൂസ് UK 2025 കാമാഖ്യ റിയൽ ക്യൂൻ അവാർഡ് എന്നിവയും വിതരണം ചെയ്യും. UK ഫാഷൻ ലോകത്തെ പ്രമുഖനായ കമൽ മാണിക്കത്ത്, യുഗ്മ നാഷണൽ അധ്യക്ഷൻ എബി സെബാസ്റ്റ്യൻ, യുഗ്മ നാഷണൽ ജോയിന്റ് സെക്രട്ടറി റെയ്മോൾ നിധീരി, ലേബർ പാർട്ടിയുടെ സമുന്നത നേതാവ് കൗൺസിലർ രവി വെങ്കടേഷ്, വിഡ്ഷെയർ മുൻ ഹൈ ഷെരീഫ് പ്രദീപ് ഭരദ്വാജ്,
കൺസർവേറ്റീവ് പാർട്ടി കൗൺസിൽ സുരേഷ് ഗട്ടാപ്പൂർ തുടങ്ങിയ പ്രമുഖരും വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. സ്വീഡനിലെ സ്റ്റോ എവേ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ കമൽ മാണിക്കത്ത് നയിക്കുന്ന സാരി ശാസ്ത്ര റാമ്പ് ബാക്ക് വർക്ക്ഷോപ്പും വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ്. സ്വീഡനിലെ മ്യൂസിക് മന്ത്ര ബാൻഡ് അവതരിപ്പിക്കുന്ന അൺപ്ലഗ്ഡ് സംഗീത പരിപാടിയോടെ അവസാനിക്കുന്ന മേള വസ്ത്രങ്ങളും ആഭരണങ്ങളും അലങ്കാര വസ്തുക്കളും വിവിധ വിഭവങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി സ്റ്റാളുകൾക്കും വേദിയാകും. കാമാഖ്യയുടെ ദുർഗാപൂജ സ്പെഷ്യൽ സാരി കളക്ഷനും മേളയിൽ പ്രദർശിപ്പിക്കപ്പെടും. മലയാളത്തിലെ സംസ്ഥാന സിനിമ അവാർഡ് ജേതാവായ സംവിധായിക ശ്രുതി ശരണ്യയുമാണ് കാമാഖ്യ സാരി ശാസ്ത്രയുടെ സൃഷ്ടാവ്. പ്രമുഖ നടിയും ഗായികയുമായ രമ്യ നമ്പീശൻ, പ്രമുഖ നടികളായ അശ്വതി ബി, റെയ്ന രാധാകൃഷ്ണൻ, യുഗ്മ നാഷണൽ ഭാരവാഹി റെയ്മോൾ നിധീരി എന്നിവരടങ്ങുന്ന ജൂറിയാണ് കാമാഖ്യ സാരി മ്യൂസ് വിജയിന്റെയും മറ്റ് അവാർഡ് ജേതാക്കളെയും തിരഞ്ഞെടുത്തത്. UK പ്രമുഖവും ആദ്യകാല മലയാളി അസോസിയേഷനുകൾ ഒന്നായ ഗ്ലോസ്റ്റെയർഷെയർ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ ഓണാഘോഷം തിരുവോണപ്പുലരി 2025 പ്രൗഢഗംഭീരമായി ശനിയാഴ്ച ചെൽറ്റനം ബിഷപ്പ് ക്ലീവ് സ്കൂൾ അങ്കണത്തിൽ നടന്ന GMയുടെ 23ാമത് ഓണാഘോഷമായ തിരുവോണപ്പുലരി മുൻകാലങ്ങളിലെ പോലെ തന്നെ പുതുമകൾ കൊണ്ടും വ്യത്യസ്തതകൾ കൊണ്ടും ഇത്തവണയും വേറിട്ടതായിരുന്നു. അസോസിയേഷൻ പ്രസിഡന്റ് ജഡ്സൺ ആലപ്പാടിന്റെയും സെക്രട്ടറി ഗോപു ശിവകുമാറിന്റെയും ട്രഷറർ ബെസ്റ്റോ ചാക്കോയുടെയും നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ. പ്രജു ഗോപിനാഥിന്റെയും സ്റ്റീഫൻ എലവുങ്കലിന്റെയും മേൽനോട്ടത്തിൽ നടന്ന വാശിയേറിയ വടംവലി മത്സരത്തിൽ BTB ഹീറ്റിംഗ് ആൻഡ് പ്ലംബിംഗ് സ്പോൺസർ ചെയ്ത 1ാം സമ്മാനം ഫോറസ്റ്റ് ഓഫ് ഡീൻ ടീം കരസ്ഥമാക്കിയപ്പോൾ റിഷ സൊല്യൂഷൻസ് സ്പോൺസർ ചെയ്ത സമ്മാനം പൊരുതി നേടിയത് ചെൽറ്റനം ടീം 2ാമതായി. 53 കലാകാരന്മാരെ അണിനിരത്തി അരങ്ങേറിയ തൃത്താളം എന്ന പരിപാടി തികച്ചും പുതുമയാർന്ന ഒരു അനുഭവമായിരുന്നു. തിരുവാതിര, വഞ്ചിപ്പാട്ട്, ചെണ്ടമേളം എന്നീ 3 ഇനങ്ങൾ, കഥകളി, മോഹിനിയാട്ടം, കേരള നടനം തുടങ്ങിയ കലാരൂപങ്ങളുടെ അകമ്പടിയിൽ ഒരു ഫ്യൂഷൻ മോഡൽ അരങ്ങേറിയത് കാണികൾക്ക് അവിസ്മരണീയമായ അനുഭവമായി. പ്രശസ്ത നർത്തകിയും നൃത്ത അധ്യാപികയുമായ അശ്വതി രാഘവൻ തൃത്താതളത്തിലെ തിരുവാതിര ചിട്ടപ്പെടുത്തി. രാജേഷ് നാരായണൻ കലമ്പൂരിന്റെ നേതൃത്വത്തിൽ പ്രശസ്തമായ ഗ്ലോസ്റ്റർ പഞ്ചാരി ചെണ്ടമേള ഗ്രൂപ്പിന്റെ ത്രസിപ്പിക്കുന്ന മേളപ്പെരുക്കത്തിനൊപ്പം വഞ്ചിപ്പാട്ടുമായി മോൺസി വർഗീസും സംഘവും കൂടി ചേർന്നതോടെ തിളങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ഓണത്തിന്റെ പൊളിമൂടിൽ തന്നെ എത്തി. യുഗ്മ ഈസ്റ്റ് ആംഗ്ലിയൻ റീജിയണൽ കലാമേളയ്ക്ക് ലോഗോ തിരഞ്ഞെടുക്കുന്നതിനായി സംഘടിപ്പിച്ച മത്സരത്തിൽ എഡ്വിൻ ജോസഫ് വിജയിയായി. യുഗ്മ ഈസ്റ്റേൺ ആംഗ്ലിയൻ റീജിയനിലെ അംഗ അസോസിയേഷനായ എഡ്മിന്റൺ മലയാളി അസോസിയേഷൻ അംഗമാണ് എഡ്വിൻ ജോസഫ്. ഈസ്റ്റ് ആംഗ്ലിയൻ റീജിയനിലെ ഏറ്റവും ജനപ്രീതി ആർജിക്കുകയും വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയവുമായി മാറിയ കലാമേള ഒക്ടോബർ മാസം 18 ശനിയാഴ്ച ഏറെ വിപുലമായി സംഘടിപ്പിക്കും. വിജയിക്കുള്ള ഉപഹാരം കലാമേളയുടെ സമാപന വേദിയിൽ വെച്ച് സമ്മാനിക്കും. മത്സരത്തിലേക്ക് അയച്ചു തന്ന 20ഓളം ലോഗോ ഡിസൈനുകളിൽ നിന്നുമാണ് വിജയിയെ തിരഞ്ഞെടുത്തതെന്നും വിധി നിർണയം കടുത്തതായിരുന്നുവെന്നും റീജിയണൽ പ്രസിഡന്റ് ജോബിൻ ജോർജ്, നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പർ ജെയ്സൺ ചാക്കോച്ചൻ, റീജിയണൽ സെക്രട്ടറി ഭുവനേഷ് പീതാംബരൻ, കലാമേള കോർഡിനേറ്റർ സുമേഷ് അരവിന്ദാക്ഷൻ എന്നിവർ അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.50 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.72 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.59 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.62 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. ഭാവിയിലെ വികസനത്തിനല്ല ഭാവി തന്നെ രൂപപ്പെടുത്താൻ എന്ന പ്രഖ്യാപനത്തോടെ ഡ്രൈവറില്ലാ വാഹനങ്ങളുടെ സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്ന രാജ്യാന്തര സമ്മേളനത്തിന് തിരശ്ശീല വീണു. ഭാവിയിലെ നിരത്തുകൾ വാടാൻ പോകുന്ന ഡ്രൈവറില്ലാ വാഹനങ്ങളെയും നാളത്തെ വാഹനങ്ങൾ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്ന സാങ്കേതിക വിദ്യകളെയും പരിചയപ്പെടുത്തുകയായിരുന്നു ദുബായ് RTA സംഘടിപ്പിച്ച സെൽഫ് ഡ്രൈവിംഗ് വാഹനങ്ങളുടെ രാജ്യാന്തര സമ്മേളനം. റോഡരികിലെ പൊടിയടിച്ചു വാരുന്ന വാഹനം മുതൽ കാറും ബസ്സും ഡെലിവറി വാഹനങ്ങളും ബോട്ടും വരെ ഈ സംഗമത്തിൽ അണിനിരന്നു. ചൈനീസ് കമ്പനികളുടെ ആധിപത്യമായിരുന്നു എവിടെയും. സെൻസറുകൾ, സുസജ്ജമായ ഇന്റർനെറ്റ് ശൃംഖല, വിവരങ്ങളുടെ വിശകലനം എന്നിവ ശക്തമാക്കുന്നതിൽ കമ്പനികൾക്കിടയിലെ മത്സരം വർദ്ധിപ്പിക്കണമെന്ന ആഹ്വാനം ചെയ്താണ് സമ്മേളനം സമാപിച്ചത്. പരിഷ്കരിച്ച ഭവന നിർമ്മാണ പദ്ധതി പ്രാബല്യത്തിൽ വന്നതോടെ റിയാദിൽ 5 വർഷത്തേക്ക് വാടക വർദ്ധിപ്പിക്കുന്നതിൽ വിലക്കി സൗദി.
ശരാശരി 40% വരെ വാടക വർദ്ധിപ്പിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് നടപടി. ഏതാനും വർഷങ്ങളായി അടിക്കടിയുള്ള വാടക വർധനവിൽ പൊറുതിമുട്ടുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഏറെ ആശ്വാസമേകുന്നതാണ് പുതിയ പ്രഖ്യാപനം. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ നിർദ്ദേശം മന്ത്രിസഭ അംഗീകരിക്കുകയായിരുന്നു. റിയാദിന്റെ പരിധിയിലുള്ള പുതിയതും നിലവിലുള്ളതുമായ കെട്ടിടങ്ങൾക്ക് നിയമം ബാധകമാണ്. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.66 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 24.17 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 290.12 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 230.72 ഇന്ത്യൻ രൂപ. ബീഹാർ സ്ത്രീകളുടെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള മുഖ്യമന്ത്രി മഹിള റോസ്ഗർ പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. വീഡിയോ കോൺഫറൻസിലൂടെയായിരുന്നു ഉദ്ഘാടനം. കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് സ്വയം തൊഴിൽ തുടങ്ങാനായി 10,000 രൂപ നേരിട്ട് ലഭിക്കുന്നതാണ് പദ്ധതി. 75 ലക്ഷം സ്ത്രീകൾക്ക് പദ്ധതിയിലൂടെ 10,000 രൂപ വീതം ലഭിക്കും. 7,500 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. സ്വയം തൊഴിൽ വിജയിച്ചാൽ പിന്നീടുള്ള ഘട്ടങ്ങളിൽ 2 ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും. സ്വയം തൊഴിൽ വനിതാ ശാക്തീകരണം ലക്ഷ്യമിട്ടാണ് പദ്ധതിയെന്നും സർക്കാർ വിശദീകരിച്ചു. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ആരംഭിക്കാൻ അവസരമൊരുക്കി അതിലൂടെ സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹ്യ ശാക്തീകരണവുമാണ് ലക്ഷ്യമിടുന്നത്. ലഡാക്കിലെ പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ വേട്ടയാടുന്നു എന്ന ആക്ടിവിസ്റ്റ് സോനം വാങ്ചുങ് കുറ്റങ്ങൾ എല്ലാം തന്റെ മേൽ ചുമത്തുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് നിന്നും ഫണ്ട് ലഭിച്ചിട്ടില്ലെന്നും CBIയുടെയും IT വകുപ്പിന്റെയും നോട്ടീസ് ലഭിച്ചതായും സോനം കൂട്ടിച്ചേർത്തു. സോനം വാങ്ചുങ്ങിന്റെ സന്നദ്ധ സംഘടനയ്ക്കുള്ള വിദേശ ഫണ്ട് കേന്ദ്ര സർക്കാർ നിർത്തലാക്കി എന്ന് അറിയിച്ചതിന് പിന്നാലെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഈ ബുള്ളറ്റിൻ കൂടി സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.